അപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, കുറച്ച് ദിവസങ്ങളായി എന്നെയും അലോസരപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ +1 വിജയം. പ്രത്യേകിച്ച് മലബാറിൽ പൊതുവേ +1 സീറ്റ് വിഷയത്തിൽ വലിയ വലിയ പ്രതിഷേധങ്ങൾ കത്തിപ്പടരുകയായിരുന്നു. കുട്ടികളൊക്കെ പറയുന്നത് വളരെ ന്യായമാണെന്നും മാതാപിതാക്കൾ ഉത്കണ്ഠ ന്യായമാണെന്നും ഒക്കെ നമുക്കറിയാമായിരുന്നു. ഞാൻ തന്നെ ഇക്കാര്യം പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കും അഡ്മിഷൻ കിട്ടാതെ പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞതാണ്. നമ്മുടെ ലൈവിലും പറഞ്ഞു, സ്വകാര്യ സംഭാഷണത്തിലും പറഞ്ഞു. എന്തായാലും ഇന്നതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. മന്ത്രി വാക്ക് പാലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലബാറിൽ +1 സീറ്റുകളിൽ പ്രതിസന്ധി ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ച ദിവസം കൂടിയാണിന്ന്. മലപ്പുറം ജില്ലയിൽ +1-ന് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ അതിവേഗത്തിൽ തീരുമാനവും ഉണ്ടായി. ഇന്ന് ഉയർന്ന ആക്ഷേപങ്ങളിൽ സമഗ്ര പഠനം നടത്താൻ 2 അംഗ സമിതിയെ നിയമിച്ചു. വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്ന് ഉച്ചകഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് ഈ സുഖകരമായ തീരുമാനം ഉണ്ടായത്. സർക്കാർ സമവായ നീക്കങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാനും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചു എന്ന സുഖകരമായ മറ്റൊരു വാർത്തയും തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നു. ആ സ്റ്റോറിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. SSLC പാസ്സായ എല്ലാവർക്കും പഠിക്കാൻ +1-ന് ആവശ്യത്തിന് സീറ്റുകളുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത്. 1, 2, 3 ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ശക്തമായി. SFI കൂടി സമരരംഗത്തേക്ക് ഇറങ്ങിയതോടെ സർക്കാർ പ്രതിരോധത്തിലായി. ഒടുവിൽ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1-ന് സീറ്റുകൾ കുറവുണ്ടെന്ന് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. മലപ്പുറത്ത് ആകെ 82,466 അപേക്ഷകരാണുള്ളത്. ഇതിൽ 53,762 പേർ +1 പ്രവേശനം നേടി. മെറിറ്റിൽ അലോട്ട്മെൻറ്റ് നൽകിയിട്ടും 11,546 പേർ പ്രവേശനം നേടിയിട്ടില്ല. ഇവരിൽ 4,492 പേർ കമ്മ്യൂണിറ്റി, മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ടകളിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രവേശനം നേടി. ഇനി മലപ്പുറത്ത് 17,298 പേർ പ്രവേശനം നേടാനുണ്ട്. 9,820 സീറ്റുകളാണ് പ്രവേശനത്തിനായി ഇനി ശേഷിക്കുന്നത്. 7,478 സീറ്റുകളുടെ കുറവുണ്ടാകും. മലപ്പുറത്ത് +1 പ്രവേശനത്തിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയിൽ അംഗീകരിച്ചു. സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് സർക്കാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 85 സ്കൂളുകളും എയ്ഡഡ് മേഖലയിൽ 88 സ്കൂളുകളുമാണുള്ളത്. ഹയർ സെക്കൻഡറി 2ാം വർഷം ഇപ്പോൾ പഠിക്കുന്നത് 66,024 കുട്ടികൾ. പ്രതിസന്ധിക്ക് പരിഹാരമായാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാമെന്ന ധാരണയിലെത്തിയത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ സ്കോൾ കേരളയിൽ പ്രവേശനം തുടങ്ങാവൂ എന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചു. ഇതോടൊപ്പം ക്ലാസുകൾ നഷ്ടപ്പെടുന്നവർക്കായി ബ്രിഡ്ജ് കോഴ്സ് നടത്തും. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. സർക്കാർ നൽകിയ ഉറപ്പിനെ മുഖവിലക്കെടുക്കുന്നുവെന്ന KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതിസന്ധി ഉണ്ടെന്ന സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻപിലുള്ള പ്രൈം കൺസേൺ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളുടെ അജണ്ടകളെല്ലാം മറിച്ച് നിലവിൽ തെരുവിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കണമെന്നതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. ഇന്നലെ ക്ലാസ് ആരംഭിക്കുമ്പോൾ കുറേ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളുടെ വിഷയം ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതായത് 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് അവർ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കാതെ പുറത്തു പോയ 7,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. അവരെയും ഈ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെന്ന്, അവരെയും മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെയും പരിഗണിക്കണമെന്ന് ഒരു നിർദ്ദേശം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ വർഷത്തോടുകൂടി അനുവദിക്കുന്ന മുഴുവൻ ബാച്ചുകളും പെർമനൻ്റ് ആയി തന്നെ നിലനിർത്താനുള്ള ഒരു നിർദ്ദേശം മന്ത്രിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. മന്ത്രി അത് പരിഗണിക്കാം എന്നും രൂപത്തിൽ നമ്മളോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. 14 വിദ്യാർത്ഥി സംഘടനകളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഓരോ വർഷവും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി ഓരോ വർഷവും വലിയ സമരങ്ങൾക്കാണ് ഇടവരുത്താറുള്ളത്. പക്ഷേ എല്ലാ തവണയും ഉണ്ടാകുന്നത് താൽക്കാലിക പരിഹാരം മാത്രം. സ്ഥിരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ വൈമനസ്യമാണ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.